2026 വർഷഫലം. ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അവര് 9ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇനി അത് 10ലേക്ക് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു ഫലം തന്നെയാണ്. 2025 തന്നെ 9ാം ഭാവത്തിലാണ് അവരുടെ വ്യാഴം വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവർക്ക് ഈ 11ലാണ് കേതു വന്ന് നിൽക്കുന്നത്. 11ാം ഭാവം കൊണ്ട് നമുക്ക് കേതു നല്ല ഫലങ്ങളാണ്. സൂര്യക്ഷേത്രത്തിലാണ്. ബിസിനസ്സുകാർക്കാണെങ്കിലും 10ലേക്ക് വ്യാഴം വരുമ്പോൾ ആദ്യം കുറച്ച് കേന്ദ്ര സ്ഥാനത്തൊക്കെ വ്യാഴം വരുന്നത് നല്ലതല്ല എന്നങ്ങനെ പറയുന്നതെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്താണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെയാണ്. പിന്നെ കർക്കിടക രാശിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. വ്യാഴത്തിന് ഏറ്റവും ഉച്ച രാശി ആയതുകൊണ്ടും അത് കർമ്മത്തിൽ നിൽക്കുമ്പോഴും കർമ്മം ഏറ്റവും നന്നായിട്ട് കർമ്മത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ ഫലം ലഭിക്കണം എന്നല്ല. ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ശനിയാണെങ്കിൽ ആരിലാണ്? ശനി നല്ലതാണ്. രാഹു ആണെങ്കിൽ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 5ലൊക്കെ രാഹു നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉപാസന എടുക്കുക. അതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തില് രാഹു, അതായത് സർപ്പക്കാവുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടത്തക്ക പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക. വാർഷികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് വരുന്നത്.